എല്ലാവർക്കും നമസ്കാരം. ഇത് എൻ്റെ 2008 റോയൽ എൻഫീൽഡ് ഇലക്ട്ര 5S ബുള്ളറ്റാണ്. ഈ ബുള്ളറ്റ് ഞാനിപ്പോൾ റീസെൻ്റായിട്ട് 2 മാസം മുമ്പ് മേടിച്ചു. ഈ ബുള്ളറ്റ് ഏകദേശം ഒരു 80,000 രൂപ ഇതിൻ്റെ ചിലവായി. അപ്പോൾ ഞാനിതിലിപ്പോൾ കുറച്ച് 2-3 സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് വന്ന ശേഷം ഞാൻ ഹാൻഡിൽ ബാർ മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ വയറിങ്ങിൽ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. ബിക്കോസ് ആ ലൈറ്റ്സ് ഒന്നും ശരിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ബാറ്ററിയിൽ പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവർ ലോക്ക്ഡൗൺ സമയത്ത് വണ്ടി ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ ആ സാധനമൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പുതിയ ബാറ്ററി ഇട്ടു. ഇതിൽ ഇലക്ട്രിക് സ്റ്റാർട്ട് ഉണ്ട്. സോ ഈ 2008 മോഡൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിൻ്റെ ബ്രേക്കിംഗ് ലെഫ്റ്റിലും ഗിയർ ഷിഫ്റ്റ് റൈറ്റിലായിട്ട്, പിന്നെ ന്യൂട്രൽ ഫൈനലായിട്ട് ആ ഗിയർ ബോക്സാണ് വരുന്നത്. പക്ഷേ ഈ വണ്ടിയിൽ റോയൽ എൻഫീൽഡ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ 5 സ്പീഡ് ഗിയർ ബോക്സാണ് ഇട്ടത്. ഈ 5 സ്പീഡ് ഗിയർ ബോക്സ് നിങ്ങളുടെ തണ്ടർബേർഡിലും മച്ചിസ്മോ AVL മച്ചിസ്മോ എഞ്ചിനും വന്ന ഇത് ഗിയർ ബോക്സാണ്. അപ്പോൾ ഈ സമയത്ത് ലോഞ്ച് ചെയ്ത സമയത്ത് ഇവർക്ക് 2006 ഇവർ ഈ വെഹിക്കിൾ ലോഞ്ച് ചെയ്തു. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് 4S ആസ് വെൽ ആസ് 5S മോഡൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. 4S നിങ്ങളുടെ റെഗുലർ ബുള്ളറ്റിൻ്റെ പോലെ ഗിയർ നിങ്ങൾക്ക് മാറ്റുന്നത് റൈറ്റിലും ബ്രേക്ക് ലെഫ്റ്റിലായിരുന്നു. ഈ വണ്ടിയിൽ അവർ ഈ റെഗുലർ സ്റ്റൈൽ മോട്ടർ ഇട്ടിട്ടുണ്ട് വിത്ത് ദിസ് ഗിയറിങ്. സോ ഇത് നിങ്ങൾക്ക് നിറയെ ഇത് മാത്രമല്ല, നിങ്ങൾ വേറെ വണ്ടിയും നിങ്ങൾ ഓടിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഗിയറിങ് സിസ്റ്റം നമുക്ക് വളരെ എളുപ്പമായിരിക്കും. ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് യമഹ ഉണ്ട്. ഹി ഓൾസോ റൈഡ്സ് കപ്പിൾ ഓഫ് അതർ മോട്ടോർ സൈക്കിൾസ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വണ്ടി അല്ലാതെ 2-3 വണ്ടി ഇങ്ങോട്ടും മാറ്റി നിങ്ങൾ ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഗിയറിങ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈൻഡിന് കൺഫ്യൂഷൻ ഉണ്ടാവില്ല, ഓടിക്കാൻ നിങ്ങൾക്ക് എളുപ്പമുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതിൽ വേറെ അപ്ഗ്രേഡ് ഇപ്പോൾ RT350 ഹാൻഡിൽ ബാർ ഇട്ടിട്ടുണ്ട്. ഞാൻ നോക്കി നമ്മുടെ റെഗുലർ മിറർ ബ്ലാക്ക് മിറർ ഉണ്ടോയെന്ന് നോക്കി. ക്ലാസിക്കിൻ്റെ മിറർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ബിക്കോസ് അത് വന്ന് മെറ്റലായതുകൊണ്ട് വൈബ്രേഷൻ കൂടുതലാണ്. ഇതിൽ ഹിമാലയൻ്റെ മിറർ ഇട്ടിട്ടുണ്ട്. പിന്നെ ലൈറ്റിങ്ങിൽ ചെറിയ ചേഞ്ച് വരുത്തുന്നു. ഈ ടൈഗർ ലാമ്പിൽ ഞങ്ങൾ LED ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. കണ്ടോ? സോ ഈ ടൈഗർ ലാമ്പിൽ LED ഇട്ടിട്ടുണ്ട്, വെള്ള LED ഇട്ടിട്ടുണ്ട്. ലൈറ്റിങ്ങിൻ്റെ അപ്ഗ്രേഡ് ഞങ്ങൾക്ക് ചെയ്യണം. പിന്നെ മാത്രമല്ല, ഓവറോൾ ബൈക്കിൻ്റെ തീം ഒരു ബ്ലാക്കായിട്ട് അടിക്കാൻ ഉദ്ദേശമുണ്ട്. ഇതിപ്പോൾ ഇതിൽ ക്രോമാണ്. ക്രോം ഇത് നല്ല ലുക്കുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയതിനെ അറിയാം, ആ ഫ്രണ്ടിൽ ഫോക്കിന് കവറിട്ടപ്പോൾ തന്നെ ഒരു നല്ല ലുക്കുണ്ട്. പക്ഷേ ഞാനിത് ഓവറോളായിട്ട് എഞ്ചിനും മൊത്തം എല്ലാം ഒന്ന് ബ്ലാക്കായിട്ടിടാൻ ഒരു ഐഡിയ ഉണ്ട്. അതിൻ്റെ വീഡിയോ വരുമ്പോൾ ഞാൻ അടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ലുക്സ് ലൈക്ക് ഓൾറൈറ്റ്. സോ ന്യൂട്രൽ and